സച്ചിയോട് പൊട്ടിത്തെറിക്കുകയാണ് രേവതി. ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. രേവതിനെ വിളിക്കാൻ വേണ്ടിയിട്ട് രവിയേട്ടൻ്റെ നിർബന്ധപ്രകാരം സച്ചി രേവതിയുടെ വീട്ടിൽ പോകുന്ന സമയത്ത് രേവതിയുടെ അമ്മ അവിടെ ഇരിക്കും മോനെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇല്ല അമ്മ ഞാൻ രേവതിനെ വിളിക്കാൻ വന്നതെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി വലിയ ഗമയിൽ അവിടെ കായകളൊക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രേവതി വലിയ മെയിൻ്റെ ഒന്നും ചെയ്യുന്നില്ല സച്ചിനെ. അപ്പോൾ രേവതിയുടെ അമ്മ പറയണേ നീ എന്താ നോക്കി നിൽക്കണത്, സച്ചിമോൻ പറഞ്ഞത് കേട്ടില്ലേ, നീ അങ്ങോട്ട് പോകാൻ നോക്കണമെന്ന് പറയുമ്പോൾ രേവതി പറയണേ ഇല്ലമ്മ ഞാൻ പോകണില്ല എന്ന് പറയണം. അപ്പോൾ സച്ചിക്ക് അതൊരു ഷോക്കാവണട്ടെ. അതെന്താ നീ എൻ്റെ കൂടെ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിങ്ങൾക്ക് തോന്നുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാനും തോന്നുമ്പോൾ എന്നെ വിളിച്ചു കൊണ്ടുപോകാനും ഇതെന്താ വെള്ളരിക്ക് പൊട്ടണാണെന്ന് വിചാരിച്ചിരിക്കുന്നത്, ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നിട്ട് സച്ചി പറയണത് നീ മര്യാദയ്ക്ക് വന്നോ, അച്ഛൻ്റെ നിർബന്ധപ്രകാരം കൂടിയാണ് ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്, അല്ലാണ്ട് എൻ്റെ മാത്രം സമ്മതം കൊണ്ടല്ല എന്ന് പറയുമ്പോൾ രേവതി പറഞ്ഞു അതല്ലെങ്കിൽ എനിക്കറിയാം നിങ്ങളുടെ സമ്മതപ്രകാരം നിങ്ങൾ എന്നെ വിളിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാമെന്ന് പറയുന്നു. എനിക്ക് സംസാരിച്ചിരിക്കാൻ നേരില്ല, അച്ഛനവിടെ സുഖമില്ലാത്തതാണ്, നീ ഇല്ലാതെ അച്ഛന് മരുന്നൊന്നും കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അച്ഛന് ഭയങ്കര ടെൻഷനാവുണ്ട്, നിനക്കറിയില്ല ആൻറ്റിപ്ലാസ്റ്റിക് കഴിഞ്ഞാണ് അച്ഛന്, ഇനി അച്ഛൻ എന്തെങ്കിലും പറ്റി ഞാൻ അതെനിക്ക് സഹിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രേവതി പറയണം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ഞാൻ വരാമെന്ന് പറയുകയാണ്. അത് നിങ്ങളെ ഓർത്തുകൊണ്ടല്ല ഞാൻ വരാമെന്ന് പറയുന്നത്, ആ ഒരു മനുഷ്യനെ ഓർത്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ വയ്യായിക പെട്ടെന്ന് കുറയണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ രേവതി സച്ചിയുടെ ഒപ്പം വീട്ടിലേക്ക് പോകാനുണ്ടോ. വലുത് കാലെടുത്ത് രേവതി വെക്കുമ്പോൾ തന്നെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് ഭഗവാൻ ഇനി അടുത്ത പ്രശ്നം എന്താണ്ടാവുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചന്ദ്രമതിയും ശ്രുതിയൊക്കെ രേവതിയോട് ഭയങ്കര വെറുപ്പാണ് കാണിക്കുന്നത്.